हाय बच्चों, आदाब। कैसे हैं? ठीक है ना जी। पिछले क्लास में हमने क्या क्या पढ़ा है? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? തെഹ്വാറോं के नाम। अच्छा, ഏതൊക്കെയായിരുന്നു തെഹ്വാറുകൾ? ദീവാലി, ഓണം, ईद, क्रिसमस। अच्छा, पिन्ने फिर क्या पढ़ा है बताइए। ओणम के दिन में खेलों के नाम बताइए बताइए। पुलिक्कली, फिर रस्साकशी। अच्छा बच्चों, हमारा सबक का नाम क्या है? सबक का नाम क्या है बताइए। सुनहरा ज़माना। अच्छा, बहुत अच्छा है। सुनहरा ज़माना, सुवर्ण कालम। ये सबक किसके बारे में है? എന്താ പാഠത്തിൽ പറയുന്നത്? എന്തിനെക്കുറിച്ചാ പറയുന്നത്? बताइए। अच्छा, ഓണം, ഓണം के बारे में है। എന്തൊക്കെ ഓണത്തെക്കുറിച്ച് പറയുന്നത് പാഠത്തിൽ? പറഞ്ഞോളൂ. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാകുന്നു. പിന്നെ ഓണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. മഹാബലി എന്ന ഒരു ഇൻസാഫ് രാജയുണ്ടായിരുന്നു. നീതിമാനായ രാജാവ്. രാജ്യത്തെ വളരെ ഇഷ്ടത്തോടെ സമാധാനത്തോടെയും കൊണ്ടു നടന്ന രാജ അല്ലേ? ഓണത്തിന് പൂക്കളം, ഓണസദ്യ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഓണത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് ജുംലയാക്കിയതൊന്ന് എഴുതി നോക്കിയാലോ? ഓണം ഹമാരെ त्योहार है ना. ആ ഓണത്തെക്കുറിച്ച് നമുക്ക് 5 जुमले लिखें. तैयार है ना जी? ഓണം. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാകുന്നു. എങ്ങനെ പറയും? बताइए എങ്ങനെ? ഓണം हमारा कौमी त्योहार है. പിന്നെ बताइए ഓണത്തെക്കുറിച്ച്. सारे लोग बड़ी धूमधाम से मनाया जाता है. പിന്നെന്തൊക്കെ പറയും? പുതിയ വസ്ത്രം ധരിക്കുന്നു, ഓണസദ്യ തയ്യാറാക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാം അല്ലേ? എങ്ങനെ പറയും ഉറുദുവിൽ? घर के सारे लोग नए नए कपड़े पहनते हैं. नए नए कपड़े पहनते हैं. പിന്നെ हर घर में ओणसद्या तैयार किया जाता है. रिश्तेदारों के घर जाते हैं. ओणम. ओणम हमारा कौमी त्योहार है. सारे लोग बड़ी धूमधाम से ओणम मनाते हैं. घर के सारे लोग नए नए कपड़े पहनते हैं. हर घर में ओणसद्या तैयार किया जाता है. रिश्तेदारों के घर जाते हैं. हाय दोस्तों,
ओणम के बारे में हमने बताया है, ठीक है। इसी तरह कई त्यौहार हैं. ഇതുപോലെ ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ പഠിച്ചു. മറ്റേതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച് നമുക്ക് എഴുതാൻ കഴിയില്ലേ? ബച്ചോ തയ്യാർ ഹേ നാ? ദീവാലി എങ്ങനെ എഴുതും നമ്മൾ? ദീവാലിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞ दीवाली एक त्यौहार है. फिर सारे लोग बड़ी धूमधाम से दीवाली मनाते हैं. ഇതുപോലെ നമുക്ക് എഴുതാൻ കഴിയും അല്ലേ? बच्चों देखिए इसी तरह हमारी दरसी किताब में एक सरगर्मी है. कुछ इशारे देखिए. रिश्तेदार അല്ലേ? നമുക്ക് സഹായത്തിന് വേണ്ടി, നമുക്ക് ജുംല എഴുതാൻ സഹായത്തിന് വേണ്ടി കുറച്ച് പദങ്ങളും അവിടെ തന്നിട്ടുണ്ട്. रिश्तेदार माने क्या? रिश्तेदार अच्छा കുടുംബക്കാർ. നയേ നയേ കപ്പടെ പറഞ്ഞു നമ്മൾ. നയേ നയേ കപ്പടെ പുതിയ വസ്ത്രങ്ങൾ. മിഠായി हमें मालूम है मिठाई ने. मज़ेदार खाना, खाना आपको मालूम है खाना. मज़ेदार खाना हाँ രുചിയുള്ള ഭക്ഷണം അല്ലേ? രുചിയുള്ള ഭക്ഷണം നമുക്ക്, നമ്മൾ ഓണത്തിന് നമ്മൾ സദ്യ പറഞ്ഞു അല്ലേ? ഹർ ഘർ മേ ഓണസദ്യ തയ്യാർ കിയാ ജാത്താ ഹെ പഠിച്ചില്ലേ? പറഞ്ഞില്ലേ നമ്മൾ? അതുപോലെ മറ്റുള്ള തെഹ്വാറിനും നമുക്ക് സദ്യ അല്ലെങ്കിൽ മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ ഉപയോഗിക്കാം എന്ത്? മസേദാർ ഖാന. അച്ഛാ ഖലേലെ ഖാന, ഖലേലെ ഖാന ആലിംഗനം ചെയ്യാം. അച്ഛേ നമ്മൾ ഉത്സവത്തിനൊക്കെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചെയ്യുന്നതാണ്. ഖുഷി മനായ പഠിച്ചു നമ്മൾ അല്ലേ? ആഘോഷിക്കുക എന്നർത്ഥം. ഈ ഇഷാരകൾ വെച്ചിട്ട് നമുക്ക് ചന്ദ് ജുംലെ ലിഖേ എഴുതാൻ കഴിയും. अच्छा बच्चों हमने ओणम के बारे में बताया है. ഓണത്തെ കുറിച്ച് പറഞ്ഞു. ഹമാര കൗമി തെഹ്വാർ ഹേ ഓണം. ഇതുപോലെ നമുക്ക് ദേശീയ കളിയുണ്ട്. ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ, ഹിന്ദുസ്ഥാൻ കാ കൗമി പരിന്ദ അല്ലേ? ദേശീയ പക്ഷി. ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൽ, ദേശീയ പഴം. ഹിന്ദുസ്ഥാൻ കാ കൗമി ഫൂൽ. ഏതായിരുന്നു കൗമി ഫൂൽ? മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കൗമി ഫൂൽ ബതായിയെ. अच्छा कंवल, शाबाश, बहुत अच्छा है. कंवल हमारा कौमी फूल है. बच्चों देखिए हमारी दरसी किताब में एक सरगर्मी है. देखिए बच्चों, कंवल हिंदुस्तान का कौमी फूल है. इसी तरह कौमी परिंदा, कौमी खेल वगैरह भी है. कौसीन से मुनासिब लफ्ज़ चुनकर नीचे दिए गए जुमले पूरा कीजिए. താഴെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായത് എടുത്ത് താഴെ പൂർത്തിയാക്കുക. ഓക്കെ? ब्रैकेट में देखो, ब्रैकेट में देखिए. मोर पढ़ चुके हैं. मोर मईल, आम അറിയാം. ഹാക്കി
हॉकी, अच्छा हॉकी। नीम, आलमरम, अच्छा। क्रिकेट, हाथी, आना। बुलबुल, बुलबुल പക്ഷി। केला, पഴം। ओके, नीचे देखो। डैश हिंदुस्तान का कौमी खेल है। डैश हिंदुस्तान का कौमी परिंदा है। डैश हिंदुस्तान का कौमी फल है। बच्चों, यह लिखकर हमारे टीचर को भेज दीजिए। എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം। बच्चों, ये देखिए, ये क्या है? हाँ बताइए। अच्छा, पूक्कलम, पूक्कलम है। पूक्कलम बनाने के लिए हम क्या क्या फूल इस्तेमाल करते हैं? कौन सा फूल इस्तेमाल करते हैं? ഏതൊക്കെ പൂക്കളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പൂക്കളം ഉണ്ടാക്കാൻ? हम पढ़ चुके हैं। ये देखिए, फूल और रंग, ये लिखकर अपने टीचर को भेज दीजिए। इन्न 3 सरगर्मियाँ हैं। एक, किसी एक त्यौहार के बारे में चंद जुमले लिखिए। दूसरी, कौसीन से मुनासिब लफ्ज़ चुनकर जुमले पूरा कीजिए। और फूल और उसके रंग भी लिखिए। ഇന്ന് 3 പ്രവർത്തനമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉത്സവത്തെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. മറ്റൊന്ന്, ബ്രാക്കറ്റിലുള്ള അനുയോജ്യമായ പദങ്ങൾ താഴെ വരുന്ന ജുംലയിൽ പൂർത്തിയാക്കി എഴുതി അയച്ചു കൊടുക്കുക. അവസാനത്തത്, പൂക്കളത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള പൂക്കളും അതിൻ്റെ നിറങ്ങളും എഴുതി വൃത്തിയായിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ठीक है? अच्छा, शुक्रिया, खुदा हाफिज़।